ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണിയാണ് നിലവിൽ ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കണം, അതുപോലെ തന്നെ ഇറാൻ ഒരു ഡീലിന് തയ്യാറാകണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. അതിൽ ഡീല് ഇപ്പോൾ ഏറെക്കുറെ ഒരു ധാരണയായിട്ടുണ്ട് ഇറാനുമായിട്ട്. അതേസമയം ഹോർമുസിന്റെ കാര്യം ഇപ്പോഴും തീരുമാനമാകാതെ തുടരുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറന്നില്ലെങ്കിൽ ഇറാനുള്ളിലെ പവർ പ്ലാന്റുകൾ, അതുപോലെ തന്നെ വൈദ്യുതി നിലയങ്ങൾ, ഇവയെല്ലാം തങ്ങൾ ആക്രമണ വിധേയമാക്കും. അതുപോലെ തന്നെ ഈ ജലശുദ്ധീകരണശാലകൾ ഇവയും ആക്രമണത്തിന് വിധേയമാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അതുപോലെ തന്നെ ഇന്നലെ അദ്ദേഹം എടുത്തു പറഞ്ഞ ഖാർ ദ്വീപ് അത് ഉടൻ തന്നെ പിടിച്ചടക്കുമെന്നും ട്രംപ് നിലവിൽ ഭീഷണി മുഴക്കുന്നുണ്ട്. ഹോർമുസിന്റെ കാര്യത്തിൽ ട്രംപ് അങ്ങനെ കൂടുതൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇറാനും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇറാൻ നിലവിൽ ഇപ്പോൾ നേരത്തെ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം, അതിനെപ്പറ്റി നേരത്തെ ഇറാൻ ആലോചിച്ചിരുന്നു. ഇപ്പോൾ ആ തീരുമാനത്തിന് ഇറാന്റെ പാർലമെന്റ് കമ്മിറ്റി അംഗീകാരം നൽകിയതായിട്ടാണ് സൂചന. IRGCയെ ഉദ്ധരിച്ചുകൊണ്ട് ഫാൾസ് ന്യൂസ് ഏജൻസിയാണ് ഇത്തരമൊരു വിവരം പുറത്തുവിട്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം US മറുവശത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലുള്ള നിയന്ത്രണങ്ങൾ അത് അയവ് വരുത്തണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിലെ തർക്കം അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ട്രംപ് ഇറാനിൽ നടന്ന മറ്റൊരു ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് വഴി പങ്കുവച്ചിരുന്നു. അദ്ദേഹം കൂടുതലായി ഇറാനിയൻ ജനതയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലുള്ള പഴയ ഒരു റെജീം അത് തങ്ങൾ മാറ്റം കൊണ്ടുവന്നതാണ്. ഇപ്പോൾ പുതിയ വിഭാഗം നേതാക്കളുമായിട്ടാണ് ചർച്ച നടത്തുന്നത്. ഇതെല്ലാം ട്രംപ് എടുത്തു സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലടക്കം എടുത്തു പറഞ്ഞത് അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരുന്നതിൽ തങ്ങൾ വിജയിച്ചു എന്നതാണ് ട്രംപ് എടുത്തു പറയുന്നത്. എന്നാൽ നേരത്തെ അവിടെ അധികാരത്തിൽ ഉണ്ടായിരുന്ന അതേ ഭരണസമിതിയിലെ മറ്റ് നേതാക്കൾ തന്നെയാണ് ഇപ്പോഴും അധികാരം കൈയാളുന്നതെന്ന് കാണാൻ സാധിക്കും. എന്നാൽ എന്തടിസ്ഥാനത്തിലാണ് ട്രംപ് ഇത്തരമൊരു പ്രസ്താവന പറയുന്നത് എന്ന് വ്യക്തമായിട്ടില്ല. അതേസമയം പശ്ചിമേഷ്യയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും കടുത്ത രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി നടന്ന ഒരു ആക്രമണം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെ നടന്നിട്ടുള്ള ആക്രമണമാണ്. അൽ സൽമി എന്ന് പറയുന്ന ഒരു എണ്ണക്കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കുവൈറ്റിൻ്റെയും അതുപോലെ തന്നെ സൗദി അറേബ്യയുടെയും എണ്ണയായിരുന്നു ഈ കപ്പലിനകത്തുണ്ടായിരുന്നത്. ഏതാണ്ട് 2 മില്യൺ ബാരൽ വരുന്ന ക്രൂഡ് ഓയിൽ ഈ കപ്പലിൽ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരമുള്ളത്. ഇറാനിയൻ അറ്റാക്കാണ് ഈ കപ്പലിന് നേരെ ഉണ്ടായതെന്നാണ് കുവൈറ്റ് പെട്രോളിയം മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്.